പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശുവേ മഹത്വം. ഹല്ലേലൂയ. 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 യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയിൽ ദൈവത്തോടൊപ്പം ഏതാനും മിനിറ്റുകൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടുകയാണ് നമ്മുടെ ഭവനത്തിൽ. ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെല്ലാവരും നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വരുന്ന നിമിഷങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ വലിയ വിശ്വാസത്തോടെ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മുടെ ഭവനം ഒരു സ്വർഗമാകണമെന്ന വലിയ ആഗ്രഹത്തോടെ ഒരുമിച്ച് വരുന്ന മണിക്കൂറുകൾ ചെലവഴിക്കാം. ഹല്ലേലൂയ. 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 ഇന്ന് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. 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 ഒരു കൂട്ടായ്മയിൽ നമുക്ക് ചേർന്ന് പറയാം ഹല്ലേലൂയ. 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 ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും ദൈവം മാറോട് ചേർത്ത് പിടിച്ച് താലോലിക്കുന്നൊരു ദൈവമാണ്. യെശയ്യാ പ്രവചനം 66 നമ്മൾ കാണുന്നുണ്ട്, അമ്മയെപ്പോലെ നിന്നെ ഞാൻ മടിയിലിരുത്തി ലാളിക്കും. എന്ത് മനോഹരമായൊരു വചനമാണത്. എത്രമാത്രം സ്നേഹം നിറഞ്ഞു നിൽക്കുന്നൊരു വചനമാണത്. അമ്മയെപ്പോലെ ഞാൻ മടിയിലിരുത്തി ലാളിക്കും, എളിയിലെടുത്തുകൊണ്ട് നടക്കും. നമുക്കറിയാം, ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊരു സത്യമാ. ലോകം മുഴുവനും ഒരു മഹാമാരിയിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഭയങ്ങളും ഒരുപാട് ഉത്കണ്ഠകളും ഒരുപാട് ആകുലതകളും അസ്വസ്ഥതകളും കണ്ണുനീരുകളും വേദനകളും കുറ്റപ്പെടുത്തലുകളും പഴിചാരലും എല്ലാമായിട്ട് നമ്മളൊരു പ്രത്യേകമായ രീതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ഇങ്ങനെ ഒരു ദൈവം എല്ലാ കാര്യങ്ങളിലും നമ്മളെ രക്ഷിക്കാനായിട്ട് കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടുന്നു? യെശയ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞത് ഇതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ യേശു എന്ന പേര് പിതാവായ ദൈവം ഗബ്രിയേൽ ദേവദൂതൻ വഴി കന്യക മറിയത്തോട് പറഞ്ഞതാണ്, നിനക്കൊരു ശിശു ജനിക്കുമ്പോൾ യേശു എന്ന് പേരിടണം. ഈ പേര് പിതാവായ ദൈവം നിശ്ചയിച്ച പേരാണ്. അത് രക്ഷകൻ എന്ന സത്യമായതുകൊണ്ടാണ് ഈ പേരങ്ങനെ തന്നെ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് ഈ നാമം വിളിച്ച് വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഞാൻ നിങ്ങളോട് ഒരു വചനം വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ പത്രോസ് ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വചനം ഇന്നത്തെ ശുശ്രൂഷയിലുടനീളം നമ്മുടെ ഹൃദയത്തെ മതിക്കേണ്ട, ഉഴുതുമറിക്കേണ്ട ഒരു വചനമായിട്ട് എനിക്ക് തോന്നുകയാണ്. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തിപ്രഭാവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ ഈ ലോകത്തോട് താൻ അനുഭവിച്ച, താൻ കണ്ട ആ സത്യത്തെ വിളിച്ചു പറയുകയാണ്. അതിങ്ങനെയാണ് പറഞ്ഞത്, കൗശലപൂർവം മെനഞ്ഞെടുത്ത ഒരു കൽപ്പിത കഥ
വിശ്വസിച്ചത് കൊണ്ടല്ല ഞങ്ങൾ ഇത് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ശക്തിയും പ്രത്യാഗമനവും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് പറയുന്നതെന്ന്. ബാക്കി കൂടെ വായിച്ചു കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ ആ മനോഹാരിത മനസ്സിലാവുക. വചനത്തിൻ്റെ പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രഭാവത്തിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിലുണ്ടായിരുന്നു. താബോറിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പരിസരം മറന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നമുക്കിവിടെ തന്നെ കൂടാം, ഞങ്ങളൊരു 3 കൂടാരം ഉണ്ടാക്കാം. ദൈവത്തിൻ്റെ പ്രിയപുത്രനാണെന്ന വെളിപ്പെടുത്തൽ പരിസരം പോലും മറന്നു പോകുന്ന രീതിയിൽ ഒരു പ്രത്യേക തലത്തിലേക്ക് പത്രോസ്ലീഹായെ കൊണ്ടുപോയി. ഈ ദൈവമാണ് ഇന്ന് പ്രിയ മക്കളെ നമ്മുടെ കുടുംബത്തിൽ രൂപാന്തരപ്പെടാൻ പോകുന്നത്. അവിടെ ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കും. ദൈവത്തിന്റെ അനുഗ്രഹം. കിടക്കപ്പായിൽ നിന്ന് നാളുകളേറെയായി കിടന്ന് വിഷമിക്കുന്ന ദൈവമൈതലേ, നീ ദൈവിക സാന്നിധ്യത്തിൽ നിന്റെ കിടക്കയും എടുത്ത് എഴുന്നേറ്റോടും. ഉറപ്പുണ്ട് ഞങ്ങൾക്ക് അനേക വേദികളിൽ ശലോമിന്റെ മഹത്വപൂർണനായ ദൈവം, നമ്മുടെ മഹത്വപൂർണനായ ദൈവം ഇത് ചെയ്യുന്നത് കാണുവാൻ ഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പ് തരുകയാ, ഈ രാത്രി എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. എല്ലാ രീതിയിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. കടബാധ്യതയിൽ കുടുങ്ങിക്കിടക്കുന്ന പൈതലേ, നിന്റെ കടങ്ങിൽ ഇന്ന് ഈ തമ്പുരാൻ ഏറ്റെടുക്കും. നിന്റെ കണ്ണുനീരിൽ കുതിർന്ന കണ്ണുകൾ സന്തോഷം പുളകിതമാകുന്ന നിമിഷം വരാൻ പോവുകയാണ്. നിന്റെ പ്രതികൂലങ്ങളെല്ലാം അനുകൂലങ്ങളായി മാറി നീ ആനന്ദത്തിൽ നൃത്തം ചവിട്ടാനായിട്ട് പോവുകയാണ്. കാരണം നമ്മുടെ ദൈവം നിസ്സാരക്കാരനല്ല. നമ്മുടെ ദൈവം സർവശക്തനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായ ദൈവമാണ്. കെറീത്ത് നദിയുടെ തീരത്ത് ഏലിയ പ്രവാചകന് കാക്ക വഴി അപ്പം കൊടുത്ത ദൈവം, സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിനെ അനുഗ്രഹിച്ച ദൈവം, ഒരു പൊള്ളൽ പോലും ഇല്ലാതെ ഏസി അനുഭവം കൊടുത്ത് തീച്ചുള്ളയുടെ നിലവിൽ സംരക്ഷിച്ച ദൈവം ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ബുദ്ധിക്കെല്ലാം എത്രയോ അതീതമായൊരു സംഭവമാണ്. നമുക്കിന്ന് വരുന്ന നിമിഷങ്ങളിൽ ഈ ദൈവത്തെ സന്തോഷത്തോടെ ഗായക സംഘത്തോടൊപ്പം നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയാ. കരമേർത്തെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയാ. ഈ വരികളോടൊപ്പം ചേർന്ന് പോകാം. ഏലിയാവിനെ പോറ്റിയ എൻ്റെ ദൈവം എന്നെയും പോറ്റുമല്ലോ. ഓ യേശുവേ, ദാനിയേലിനെ രക്ഷിച്ച എൻ്റെ ദൈവം ആമേൻ, എന്നെയും നടത്തുമല്ലോ. ഗ്ലോറി, ഗ്ലോറി. എൻ്റെ ഭവനത്തിൽ അവിടുത്തെ സാന്നിധ്യം വരുന്ന ഈ മഹനീയ നിമിഷത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഗ്ലോറി. മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളെല്ലാം മറന്ന് പാടി ആരാധിക്കുകയാണ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. മഹത്വമുണ്ടാവട്ടെ അവിടത്തേക്ക്. എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നപ്പാ. വന്നാലും കർത്താവേ, വന്നാലും തന്നാലും ഞങ്ങൾക്ക് അനുഗ്രഹം തന്നാലും. ഏലിയാവിനെ പോറ്റിയ എൻ്റെ ദൈവം എന്നെയും പോറ്റുമല്ലോ. ദാനിയേലിനെ രക്ഷിച്ച എൻ്റെ ദൈവം എന്നെയും നടത്തുമല്ലോ. ഏലിയാവിനെ പോറ്റിയ എൻ്റെ ദൈവം എന്നെയും പോറ്റുമല്ലോ. ദാനിയേലിനെ രക്ഷിച്ച എൻ്റെ ദൈവം എന്നെയും
യേശുവുണ്ട്. Glory, ഞാൻ glory. തളർന്നു പോയിടിലും Amen. എന്റെ നാഥൻ താങ്ങുമല്ലോ. Hallelujah. എന്റെ കൂടെ യേശുവുണ്ട്. Amen, amen. എന്റെ കർത്തൻ എന്നിലുണ്ട്. യേശുവേ. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടെ, വലിയ വിശ്വാസത്തോടെ ഈ പാട്ടിന്റെ വരികൾ നമുക്ക് ഏറ്റു പറയാം. ഏലിയായെ പോറ്റിയ ദൈവം എന്റെ ദൈവം. എന്റെ കുടുംബത്തിന്റെ സങ്കടങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നതിനോർത്ത് ആരാധിക്കുകയാണ്. വലിയ സന്തോഷത്തോടെയാണ് കർത്താവെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. വലിയ സന്തോഷത്തോടെ. യോഗ്യത ഉണ്ടായിട്ടല്ലപ്പാ, കുറവുകൾ ഏറെയുള്ളപ്പോഴും അങ്ങ് ഞങ്ങളെ വാരിപ്പുണരാൻ ആഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുകയാണ്. സ്തോത്രം കർത്താവേ, സ്തോത്രം. തീച്ചൂള നടുവിൽ അകപ്പെട്ടാലും വൈരികൾ എന്നെ വളഞ്ഞെന്നാലും തീച്ചൂള നടുവിൽ അകപ്പെട്ടാലും വൈരികൾ എന്നെ വളഞ്ഞെന്നാലും എല്ലാ സാധ്യതയും അടഞ്ഞു പോയിടിലും ഞാൻ എൻ്റെ നാഥനെ സ്തുതിച്ചിടുമേ. എല്ലാ സാധ്യതയും അടഞ്ഞു പോയിടിലും ഞാൻ എൻ്റെ നാഥനെ സ്തുതിച്ചിടുമേ. എന്റെ കൂടെ യേശുവുണ്ട്. ആമേൻ. എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. ആമേൻ, ആമേൻ. എന്റെ കൂടെ യേശുവുണ്ട്. എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. Glory, അപ്പാ, glory, glory. അങ്ങേക്ക് ഞങ്ങൾ എല്ലാ മഹത്വവും നൽകി ഞങ്ങളുടെ കുടുംബത്തില് ഏറ്റവും മഹനീയമായ കസേരയൊരുക്കി, ഇരിപ്പിടമൊരുക്കി അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നെന്റെ കണ്ണുനീര് ഏറ്റെടുക്കണമേ, ഇന്നെന്റെ രോഗം ഏറ്റെടുക്കണമേ, ഇന്നെന്റെ പ്രതിസന്ധികൾ അങ്ങ് ഏറ്റെടുക്കണമേ. എല്ലാ ഭാരവും അങ്ങ് തോളിലെത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കർത്താവേ, ഇന്നെന്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. ഇന്നെന്റെ ലോകത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിക്കങ്ങ് പ്രത്യുത്തരമാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും കണ്ണുനീര് ഏറ്റെടുക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പാടി ആരാധിക്കാം, വീണ്ടും വീണ്ടും പാടി ആരാധിക്കാം. ഹല്ലേലൂയപ്പാ, ഹല്ലേലൂയപ്പാ. രോഗത്തിൻ ശയ്യയിൽ കിടന്നിടിലും കടഭാരത്താൽ വലഞ്ഞിടിലും ആമേൻ, ആമേൻ, ആമേൻ. രോഗത്തിൻ ശയ്യയിൽ കിടന്നിടിലും കടഭാരത്താൽ വലഞ്ഞിടിലും ആമേൻ. കീർത്തിച്ചിടും ഞാൻ ആ സ്നേഹത്തെ എനിക്കായി തകർന്ന എന്നേശുവേ. ഏറ്റെടുക്കണമേ. കീർത്തിച്ചിടും ഞാൻ ആ സ്നേഹത്തെ എനിക്കായി തകർന്ന യേശുവേ. എന്റെ കൂടെ യേശുവുണ്ട്. എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്. എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. യേശുവേ, അങ്ങന്റെ കൂടെയുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ കുറവുകളെല്ലാം ഏറ്റെടുക്കാൻ വന്ന എന്റെ വിശിഷ്ടാതിഥിയായ എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ കുറവുകളെല്ലാം, എന്റെ ആത്മാവിന്റെ ഭാരങ്ങളെല്ലാം, എന്റെ ആത്മാവിന്റെ പാപങ്ങളെല്ലാം ഈ നിമിഷം തന്നെ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു. എന്നോട് കരുണ കാണിക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവേ, ഞാൻ പാപിയാണപ്പാ, എങ്കിലും അവിടെ തന്നെ അതിഥിയായി കടന്നു വന്നല്ലോ എൻ്റെ ഭവനത്തിൽ. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിന്റെ പാവഭാരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ,
ഞങ്ങളെ സ്വതന്ത്രമാക്കുവാൻ അങ്ങ് തീരുമാനസാകണമേ എന്ന് യാചിക്കുന്നു. യേശുവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്ദിതനായി ഞാൻ അലഞ്ഞിടുമ്പോ, ഏകാന്തതയിൽ വലഞ്ഞിടുമ്പോ, ആമേൻ, ആമേൻ. നിന്ദിതനായി ഞാൻ അലഞ്ഞിടുമ്പോൾ, Glory. ഏകാന്തതയിൽ വലഞ്ഞിടുമ്പോൾ, ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പുകഴ്ത്തും എനിക്കായി മരിച്ച എന്നേശുവേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പുകഴ്ത്തും എനിക്കായി മരിച്ച യേശുവേ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ആമേൻ. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്, ആമേൻ. എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്, ആമേൻ. എന്റെ കർത്തൻ എന്നിലുണ്ട്. ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. ഞാൻ തളർന്നു പോയിടിലും ആമേൻ, ആമേൻ. എന്റെ നാഥൻ താങ്ങുമല്ലോ. ഓ യേശുവേ, യേശുവേ, ഓ യേശുവേ, ഓ എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ ഈ ശുശ്രൂഷ ആരംഭത്തിൽ തന്നെ എന്റെ പൊന്നുകർത്താവേ, കുടുംബം അങ്ങ് ആശീർവദിക്കുന്നോർത്ത് നന്ദി പറയുന്നു. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന സ്നേഹത്തിന് നന്ദി, കടങ്ങൾ എടുത്തു മാറ്റുന്ന സ്നേഹത്തിന് നന്ദി, പ്രതികൂലങ്ങൾ എടുത്തു മാറ്റുന്ന സ്നേഹത്തിന് നന്ദി. സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നന്ദി, 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 നന്ദി. സ്തുതി. ഗ്ലോറി, ഗ്ലോറി കർത്താവേ, ഗ്ലോറി. മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. 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 ഈശോ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കും, അത് ഉറപ്പാണ്. Hallelujah. 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 Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ കുരിശിൽ കിടന്ന് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചൊരു സമ്മാനമുണ്ട്, നമ്മുടെ കൂടെ എപ്പോഴും മധ്യസ്ഥം വഹിക്കുവാൻ. പരിശുദ്ധ കന്യകാമറിയം. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ജപമാല കരങ്ങളിലെടുത്ത് ആ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രസാദപൂർണമായ അനുഗ്രഹങ്ങൾ ചൊരിയും. ഈ ജപമാല നേതൃത്വം നൽകുക, ജപമാലയ്ക്ക് ഷിജോ മാത്യു എന്ന് പറയുന്ന ശാലോ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തോടൊപ്പം അനുമേരി ഷാബു എന്ന് പറയുന്ന സഹോദരിയും. ഇവർ രണ്ടുപേരും നമ്മളെ ഈ ജപമാലയിൽ നമുക്ക് നേതൃത്വം നൽകി പ്രാർത്ഥിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്കവരെ ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജപമാലയിലേക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord.